കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ എവിടെ? വയനാട് ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണത്തിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരോട് റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരികയുടേതാണ് ചോദ്യം. വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോല് കൈമാറിയത് ചൂണ്ടിക്കാട്ടിയാണ് വാർത്താ അവതാരികയായ മാധുവിന്റെ ചോദ്യം ചർച്ചയിൽ പങ്കെടുത്ത സന്ദീപ് വാര്യരിലേക്ക് എത്തിയത്. ചോദ്യത്തിന് മുന്നിൽ സന്ദീപ് പതറുമെന്നാണ് വാർത്താ അവതാരിക കരുതിയത്. എന്നാൽ അവിടെ അവർക്ക് തെറ്റി. കൃത്യവും സ്പഷ്ടവുമായി ഇക്കാര്യത്തിൽ സന്ദീപിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നു. കോൺഗ്രസ് പണം മുടക്കി വയനാട്ടിൽ വീടുകൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ അനുമതി അടക്കം വാങ്ങേണ്ടതുണ്ട്. അതിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അവിടെ വീടുകൾ നിർമ്മിക്കും എന്നാണ് സന്ദീപ് പറഞ്ഞത്. പ്രായോഗികമായ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ്. അത് മുറ പോലെ നീക്കി വാഗ്ദാനം ചെയ്തതുപോലെ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിൽ ഉറപ്പു നൽകി. പറഞ്ഞ് അവസാനിക്കുന്നതിന് ഒരു മറു ചോദ്യത്തിലൂടെ റിപ്പോർട്ടർ ചാനൽ അവതാരികയുടെ വായടപ്പിക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിച്ചു. ചോദ്യം ഇതായിരുന്നു: റിപ്പോർട്ടർ ചാനൽ വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ നിർമ്മാണ ജോലികൾ എന്തായി? ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ അവതാരികയുടെ വായ അടഞ്ഞുപോയി. സന്ദീപ് വാര്യരെ ഉത്തരം മുട്ടിക്കാൻ ഇറങ്ങിയിട്ട് അവസാനം ചാനൽ ചർച്ചയിൽ പഴം വിഴുങ്ങിയ അവസ്ഥയിലായി ആ വാർത്താ അവതാരിക. നേരത്തെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ആഴ്ചയിൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ വയനാട്ടിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു കല്ല് പോലും അവിടെ വെക്കാൻ സാധിച്ചിട്ടില്ല മരമുറി ചാനൽ എന്ന് വിളിപ്പേരുള്ള റിപ്പോർട്ടറിന്. ആ സത്യം നിലനിൽക്കെയാണ് വയനാട്ടിൽ കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്നും ആളുകളെ പറ്റിച്ചുവെന്നുമൊക്കെ റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. കോൺഗ്രസ് അവിടെ വലിയ വില നൽകി വീട് നിർമ്മാണത്തിനുള്ള ഭൂമി അടക്കം വാങ്ങിയപ്പോൾ വെറും വാഗ്ദാനം മാത്രം നൽകി ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തത്. കോൺഗ്രസ് നേതാവ് ഈ വിഷയം ഉയർത്തി റിപ്പോർട്ടർ ചാനൽ അവതാരികയെ വെള്ളം കുടിപ്പിക്കുന്ന വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. നിങ്ങളുടെ ചാനൽ വാഗ്ദാനം ചെയ്ത ഭൂമിയുടെ വീടൊക്കെ അവിടെ പോയി. അവിടെ വീട് ചാനൽ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, വലിയ കുട്ടി കുഴിച്ചുകൊണ്ട് അവിടെ ഒരു ഹൗസിംഗ് കോംപ്ലക്സ്. അതെവിടെ? അതൊന്ന് കാണിച്ചു തരാമോ? വയനാട്ടില് എന്തായി? കല്ലിട്ടോ? ഭൂമി വാങ്ങിയോ? അല്ല, ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങളുടെ ചാനൽ കഴിഞ്ഞ ഒരു വർഷമായി ചെയ്ത വാഗ്ദാനങ്ങൾ മുഴുവൻ പറഞ്ഞാൽ വന്നോ? മെസ്സി വരുമെന്ന് പറഞ്ഞു, വന്നോ? അല്ല പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? വീട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നോ? ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അത് സർക്കാരിന് മുന്നിൽ വെച്ചു. സർക്കാരിന് ആ സ്ഥലം മതിയായിരുന്നില്ല. സർക്കാരിന് അതിനേക്കാൾ മികച്ച സ്ഥലം വേണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അത് റിജക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ആധികാരികമായി കിട്ടുന്ന മറുപടി. അങ്ങേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ മറുപടി പറയാം. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സർക്കാർ നിങ്ങളെ പോലെ തന്നെ സർക്കാർ സ്ഥലം തരുമെന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് സ്ഥലം സർക്കാർ തന്നില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പണം മുടക്കി സ്ഥലം വാങ്ങേണ്ടി വന്നു. ഞങ്ങൾ പിരിച്ച പണം കഴിഞ്ഞ അവസാനം KPCCയുടെ കയ്യിലുള്ള പണം കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരെ? അല്ല, മാധു പോകല്ലേ? അങ്ങ് ഉന്നയിച്ച ആരോപണമാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. റവന്യൂ മന്ത്രി നിഷേധിച്ച ഒരു പൂർത്തിയാക്കട്ടെ. അല്ല, മാധു തടസ്സപ്പെടുത്തല്ലേ? മാധു, എന്റെ വാദം പൂർത്തിയാക്കട്ടെ. റിപ്പോർട്ടർ ചാനൽ ഹൗസിംഗ് കോളനി എവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായി, പ്രയാസം ഉണ്ടായി, അത്രേ ഉള്ളൂ. മെസ്സി എവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസം കൈയടി കിട്ടുമായിരിക്കും. തിരിച്ചായോ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സജീഷ്, നിങ്ങൾ സ്ഥലം എന്ന് ചോദിച്ചത് മാധു എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാൻ മറുപടി പറഞ്ഞ് തടസ്സപ്പെടുത്തിയിട്ട് നിങ്ങൾ ചാനലിനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, കോൺഗ്രസിന്റെ കാര്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യണം. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന സമയം എന്താ? അവിടെ സർക്കാർ പണി കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം നടത്തി, മഹാമഹം നടത്തി. ഇതാ ഞങ്ങൾ അവിടെ ഒരാൾക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ സർക്കാർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഖജനാവും കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് പോലും ഈ നിമിഷം വരെ ഒരാളെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആരോപണം വന്നു, ആക്ഷേപം വന്നു. ലീഗിനെ പറ്റിയ ലീഗിനെ അഭിനന്ദിക്കണം. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, സർക്കാരിനേക്കാൾ ലീഗ് അവിടെ ചെയ്തു. UDFന്റെ ഘടകകക്ഷിയാണ് ഞങ്ങൾ. എന്തിനാ ലീഗിനെ കുറ്റം പറയുന്നത്? ലീഗ് ചെയ്ത് കാണിച്ചില്ലേ? സർക്കാരിന് പറ്റിയില്ല. സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്?